മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട നടൻ, മലയാളത്തിൻ്റെ മഹാനടൻ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന അത്രയേറെ ഇതിഹാസ താരമായിരുന്ന മലയാള സിനിമയും മലയാളികളും കേരളവും മുന്നിടത്തോളം എല്ലാ കാലത്തും നമ്മുടെ ഹൃദയത്തിൽ സ്ഥാനമുണ്ടാവുന്ന നമ്മുടെ പ്രിയങ്കരനായ സലീം കുമാർ, അദ്ദേഹത്തിൻ്റെ അവസാന ചിരി മാഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പൊതുദർശന ചടങ്ങുകളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. ലാഫിംഗ് വില്ല എന്ന അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. ജീവിച്ചിരിക്കുന്ന കാലത്ത് പലകുറി ദുഷ്ടബുദ്ധികളാൽ കൊല്ലപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ് സലീം കുമാർ. സോഷ്യൽ മീഡിയയിൽ സലീം കുമാർ മരണപ്പെട്ടു എന്നുള്ള വാർത്തകൾ പലപ്പോഴും ഇതിനു മുൻപ് 8 or 10 തവണ കണ്ടിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ചിലർ സലീമിനെ പലതവണ കൊന്നു, സലീം കുമാർ അന്തരിച്ചു എന്ന വാർത്ത കൊടുക്കുമെന്നിട്ട് അദ്ദേഹത്തെ തന്നെയാണ് പലരും വിളിച്ച് ചോദിക്കുക. ഇതൊക്കെ അദ്ദേഹം തന്നെ വളരെ തമാശയോടുകൂടി, അദ്ദേഹത്തിൻ്റെ ആ ഒരു നർമ്മരസം നമുക്കെല്ലാം അത്ഭുതമാണ്. കാരണം താൻ മരണപ്പെട്ടു എന്നുള്ള വാർത്ത അത് കാണുകയും അത് കണ്ട് ചിരിക്കുകയും അത് ചോദിക്കാൻ തന്നെ വിളിക്കുന്ന ആളുകളോട് രസകരമായി ട്രോൾ രീതിയിൽ അവരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യാൻ മാത്രം നിഷ്കളങ്കത മനസ്സിൽ സൂക്ഷിച്ച, സ്നേഹം മാത്രം മനസ്സിൽ സൂക്ഷിച്ച ഒരു വ്യക്തി. അദ്ദേഹം പലപ്പോഴും അത് പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ എവിടെയോ ഇരുന്നു കൊണ്ട് നമ്മുടെ മരണം തീരുമാനിക്കുന്ന ഒരു കാലമാണിത്. വന്ന് കാലൻ്റെ റോള് പോലും ഇവർ ഏറ്റെടുത്ത് കഴിഞ്ഞു എന്ന് അദ്ദേഹം പ്രതികരിക്കുകയും ചിരിക്കുകയും ഒക്കെ ചെയ്താണ്. ഇപ്പോൾ ഒടുവിൽ സലീം കുമാർ അദ്ദേഹം നമ്മളെ വിട്ട് പോവുകയാണ്. വിശ്വസിക്കാൻ കഴിയാത്ത ബുദ്ധിമുട്ടിൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ ഇവിടേക്ക് ഇപ്പോഴും ഒഴുകിയെത്തുകയാണ്. നാട്ടുകാരെല്ലാവരും ഒഴുകിയെത്തുകയാണ്. ഒരു കാലഘട്ടത്തെ മുഴുവൻ പൊട്ടിച്ചിരിപ്പിച്ച സലീമിനോട് നമുക്കെല്ലാവർക്കും അദ്ദേഹത്തോട് സ്നേഹമുണ്ട്, വാത്സല്യമുണ്ട്. പക്ഷെ അദ്ദേഹം ചില സമയങ്ങളിലൊക്കെ അദ്ദേഹം ഈ പുറത്ത് വന്നുകൊണ്ട് പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ഒരിക്കൽ അദ്ദേഹം പറഞ്ഞതാണ്, മരണവീടടക്കം ഏത് ചടങ്ങിൽ പങ്കെടുത്താലും ഒരു 2 തമാശ പറയാൻ അദ്ദേഹത്തോട് ആളുകൾ ആവശ്യപ്പെടുമായിരുന്നു. വലിയ ബുദ്ധിമുട്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കുമായിരുന്നൊക്കെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അപ്പോൾ തിരിച്ചു ചോദിക്കുമായിരുന്നു, ആക്ഷൻ ഹീറോയോട് 2 ചവിട്ട് തരാൻ ആരും പറയില്ല, കണ്ണീർ നായികയോടൊന്ന് കരയിപ്പിച്ച് തരാൻ പറയില്ല, പക്ഷേ വില്ലനായി അഭിനയിക്കുന്ന ആളോടൊന്ന് റേപ്പ് ചെയ്യാനും പറയില്ല. പക്ഷേ സലീം കുമാർ ഏത് സമയത്തും ആളുകളെ ചിരിപ്പിച്ചേ പറ്റൂ. പക്ഷേ ഇന്നത്തെ ദിവസം ചരിത്രത്തിലാദ്യമായി സലീം കുമാറിനെ കഴിഞ്ഞ കുറേ വർഷങ്ങളായി കണ്ടിട്ടുള്ള മലയാളികൾ ഇന്ന് ആദ്യമായി ആ മുഖത്തൊരു ചിരിയില്ലാതെ, ആ മുഖത്ത് നിന്ന്, ആ വായിൽ നിന്നൊരു തമാശ വരാത്തൊരു ഒരേ ഒരു ദിവസം അത് ഇന്ന് തന്നെയായിരിക്കും. മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട മമ്മൂക്ക സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച ആ ഒരു പോസ്റ്റിൽ പറയുന്ന പോലെ, ഞങ്ങൾ ഒരുപാട് ചിരിപ്പിച്ചു, ചിന്തിപ്പിച്ചു, രസിപ്പിച്ചു, കരയിപ്പിച്ചു. പക്ഷേ സലീം, പ്രിയപ്പെട്ട സലീം, ഞങ്ങളെ താങ്കൾ കരയിപ്പിക്കുക മാത്രം ചെയ്യുന്ന ഒരേ ഒരു ദിവസം ഇന്നായിരിക്കും. അതേ വികാരമാണ് ഇവിടെ കൂടി നിൽക്കുന്ന ഓരോ മനുഷ്യനും. വന്ന വഴി മറക്കാത്ത ആളാണ് സലീം കുമാർ എന്ന് എപ്പോഴും കൊച്ചിക്കാർ പറയാറുണ്ട്, പറവൂരുകാർ പറയാറുണ്ട്, അദ്ദേഹത്തെ അറിയുന്നവർ പറയാറുണ്ട്. ഹാസ്യനടനായി വന്ന് ക്യാരക്ടർ റോളുകളിലേക്ക് വഴിമാറിയ പലരും പിന്നീട് തമാശ കഥാപാത്രങ്ങളോടൊക്കെ ഒരു വിമുഖത കാട്ടിയപ്പോൾ സലീം കുമാറിന് അത്തരം ഒരു വേർതിരിവുകളും ഉണ്ടായില്ല. തനിക്ക് ലഭിക്കുന്നത് എന്തും അതിൻ്റെ പരമാവധി നന്നായി ചെയ്യുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ രീതി. എന്നാൽ ഈ സിനിമാ തിരക്കുകൾക്കിടയിലും സലീം കുമാറിന് പിന്തുണയുമായി ഭാര്യ സുനിത എപ്പോഴും കൂടെ തന്നെ ഉണ്ടാകുമായിരുന്നു. ജെയ്സൺ ചാമോളപ്പിൽ നമുക്കൊപ്പം തുടരുന്നുണ്ട്. ജെയ്സൺ തൻ്റെ 28ാം വിവാഹ വാർഷികത്തിന് സുനിതയെക്കുറിച്ച് ഹൃദയം തൊടുന്നൊരു കുറിപ്പ് സലീം കുമാർ പങ്കുവച്ചത് ഇപ്പോൾ ഓർമ്മ വരികയാണ്. ജെയ്സൺ താൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ ശരിക്ക് ഇന്ന് 28 വയസ്സ് എന്നായിരുന്നു അദ്ദേഹം കുറിച്ചത്. താൻ ജീവിതയാത്രയിൽ തളർന്നു വീണപ്പോഴെല്ലാം താങ്ങും തണലുമായി നിന്നത് അമ്മയും ഭാര്യയുമാണെന്ന് അദ്ദേഹം കുറിച്ചു. എന്നാൽ 30ാം വിവാഹ വാർഷികത്തിന് പോലും കാത്തു നിൽക്കാതെ സലീം കുമാർ യാത്രയാവുമ്പോൾ സുനിതയും മക്കളും, ചന്തുവിൻ്റെ മുഖമാണ് നമ്മളിപ്പോൾ കാണുന്നത്. ജെയ്സൺ അവസാനം ഒരു പൊതുവേദിയിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട സമയത്തും അച്ഛൻ്റെ കൈപിടിച്ചു വന്ന ചന്തു എന്ന മകനെ, VD സതീശനെ അനുമോദിക്കുന്ന ആ ചടങ്ങിൽ, ആ വേദിയിൽ നമ്മൾ കണ്ടതാണ്. ഈ കുടുംബം ഇതെങ്ങനെ സഹിക്കും ജെയ്സൺ? ഷിയാസ്, തീർച്ചയായും ഈ കുടുംബം എങ്ങനെ സഹിക്കുമെന്ന ചോദ്യത്തിന് ഒരു ഉത്തരവും ഇല്ല സത്യത്തിൽ. കാരണം ഈ വന്നു ചേർന്ന് വരുന്ന ആൾക്കൂട്ടം, ജനക്കൂട്ടം തന്നെ അതിന് സാക്ഷ്യം പറയും. സലീം കുമാർ എന്ന നടനെ, സലീം കുമാർ എന്ന വ്യക്തിയെ, സലീം കുമാർ എന്ന കലാകാരനെ, സലീം കുമാർ എന്ന നിലപാടുകളുള്ള ഒരു വ്യക്തിയെ ഈ സമൂഹം കഴിഞ്ഞ ഒരുപാട് പതിറ്റാണ്ടുകളായി വ്യത്യസ്ത തലത്തിൽ ആദരിച്ചു വരികയായിരുന്നു, കേട്ടുവരികയായിരുന്നു, അനുഭവിച്ചു വരികയായിരുന്നു. ഇനി ഒരു സലീം കുമാർ നമുക്ക് മുൻപിലില്ല. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഈ വീടിന് പുറത്തേക്ക് വരി നീണ്ടു കഴിഞ്ഞിരിക്കുന്നു. ഒരു ഇടവഴിയിലൂടെ വരി നീണ്ട് അങ്ങ് അപ്പുറത്ത് പറവൂരിലെ പ്രധാന വഴിയിലേക്കും ഈ ക്യൂ നീണ്ടു കഴിഞ്ഞിരിക്കുന്നു. വലിയ ദുഃഖസാന്ദ്രമായ ഒരു സാഹചര്യമാണ് ലാഫിംഗ് വില്ലയിൽ. ആ വാക്ക് അന്വർത്ഥമാക്കുന്നത് അല്ല, ആ വാക്കിന് വിപരീതാർത്ഥം എന്ന നിലയിൽ തന്നെ നമുക്കതിനെ കാണേണ്ടി വരും. ഒരിക്കൽ പോലും ചിരിക്കാതെ വീട്ടിലേക്ക് കയറാതിരുന്ന, ആ ലാഫിംഗ് വില്ലയിലേക്ക് കയറാതിരുന്ന സലീം കുമാർ ഇന്ന് നിശബ്ദനായി, ഛേദനയേറ്റ ശരീരവുമായി ഇന്ന് വീട്ടിലേക്ക് മറ്റുള്ളവരുടെ കൈകളാൽ മറ്റുള്ളവർക്ക് ഏറ്റെടുത്തുകൊണ്ട് വീടിനകത്തേക്ക് കയറിയപ്പോൾ എല്ലാവരും കണ്ണീരണിയുന്നൊരു കാഴ്ചയാണ് സത്യത്തിൽ അവിടെ കാണാൻ കഴിഞ്ഞത്. ഏറെ ദുഃഖകരമായ ഒരു സാഹചര്യം. സലീം കുമാറിൻ്റെ സിനിമകളിലൂടെ
നാം സലീം കുമാറിനെ അറിയുന്നു. സലീം കുമാറിൻ്റെ അഭിപ്രായങ്ങളിലൂടെ സലീം കുമാറിൻ്റെ നിലപാടുകളെ നാം അറിയുന്നു. ഇപ്പോൾ നമുക്ക് ആ വരിയുടെ നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിച്ചേർന്നിരിക്കുന്നത്. രാവിലെ മുതൽ തന്നെ വീട്ടിലേക്കും നിരവധി പേർ എത്തിയിട്ടുണ്ട്. അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി സലീം കുമാറിൻ്റെ നേരിട്ട് കാണാത്തിരുന്ന ഒരു സിനിമയിലൂടെ കണ്ടറിഞ്ഞ, ദൃശ്യമാധ്യമങ്ങളിലൂടെ കണ്ടറിഞ്ഞ, സമൂഹ മാധ്യമങ്ങളിലൂടെ കണ്ടറിഞ്ഞ സലീം കുമാറിനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ആളുകൾ എത്തുന്നു. താൻ ജീവിതത്തിൽ താൻ കടന്നു വന്ന വഴികൾ, അത്ര തീവ്രമായ തിക്തമായ അനുഭവങ്ങളിലൂടെ കടന്നു വന്ന വഴികൾ, ആ വഴികളിലൂടെ താൻ നടന്നു വന്ന് താൻ നേടിയെടുത്ത തൻ്റെ വീട്, ആ അനുഭവം, ആ ആരാധക സമ്പത്ത് മുഴുവൻ ഇന്ന് ഈ വീട്ടിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. വീടിനകത്ത് നിറയെ ജനക്കൂട്ടമാണ്. ആ ജനക്കൂട്ടം പുറത്തേക്ക് കടന്ന് കഴിഞ്ഞിരിക്കുന്നു. 1 മണിയോടുകൂടി തന്നെ ഇവിടെ എത്തുമെന്നാണ് നേരത്തെ അറിയിച്ചത്. പക്ഷേ പറവൂർ ടൗൺ ഹാളിലെ ജനത്തിരക്ക് അത് നിയന്ത്രിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഏറെ വൈകിയാണ് വീട്ടിലേക്ക് എത്തിയത്. വീട്ടിൽ ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ വീട്ടിലെ അടുത്ത ബന്ധുക്കൾക്ക്, വീട്ടുകാർക്ക് അന്തിമോപചാരം അർപ്പിക്കുന്നതിനുള്ള അവസരമൊരുക്കി. അതിനുശേഷമാണ് ഇപ്പോൾ നാട്ടുകാർക്ക്, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾക്ക്, അദ്ദേഹത്തെ അറിയുന്നവർക്ക്, അദ്ദേഹത്തെ കാണാൻ ആഗ്രഹിച്ചിരുന്നവർക്ക്, അദ്ദേഹത്തിൻ്റെ ആരാധകർക്ക് അങ്ങനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരമാണ് ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്. നിരവധി പ്രമുഖർ, അതോടൊപ്പം തന്നെ കലാ സാംസ്കാരിക രംഗത്തെ, രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖർ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. നേരത്തെ നാം പലതവണ പറഞ്ഞതുപോലെ സലീം കുമാറിൻ്റെ ഒരു വാക്ക്, സലീം കുമാറിൻ്റെ ഒരു അഭിനയവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ദൃശ്യങ്ങൾ മനസ്സിലോർക്കാത്ത ഒരു ദിനം പോലും മലയാളിക്കുണ്ടാകില്ല എന്നതാണ്. കാരണം അത്രയേറെ ഓരോ വ്യക്തിയുടെയും ജീവിതവും അടുത്തിടപഴകുന്ന, അടുത്ത് ബന്ധപ്പെട്ട് കിടക്കുന്ന നിരവധി കഥാപാത്രങ്ങളിലൂടെ നമ്മുടെ എല്ലാം മനസ്സ് കീഴടക്കിയ സലീം കുമാറിനെ അവസാനമായി ഒരു നോക്ക് കാണുന്നതിന് വേണ്ടിയാണ് ഇവിടെ ഇപ്പോൾ ഈ ജനക്കൂട്ടം തടിച്ച് കൂടിയിരിക്കുന്നത്. നമ്മുടെ ഈ 3 മണിയോട് സ്ക്രീനിൽ താഴെ സ്ക്രോൾ ചെയ്തു പോകുന്ന ഒരുപാട് കഥാപാത്രങ്ങൾ എല്ലാം സലീം കുമാർ അവിസ്മരണീയമാക്കിയ കഥാപാത്രങ്ങളാണ്. അതിൽ ഏതെങ്കിലും ഒരു കഥാപാത്രത്തിൻ്റെ ദൃശ്യങ്ങൾ കണ്ട് ഒരു ഡയലോഗ് കേട്ട് ചിരിക്കാത്ത ഒരു മലയാളി പോലും കേരളത്തിൽ ഉണ്ടാവില്ല. അതായത് 3.5 കോടി മലയാളികളെയും ഒരിക്കലെങ്കിലും ചിരിപ്പിച്ചിട്ടുള്ള നടൻ തന്നെയാണ് സലീം കുമാർ. ചിരി ഒരു അനുഗ്രഹമായി തന്നെ താൻ കാണുന്നു. കാരണം ചിരി കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് ഞാൻ. ജീവിതത്തിൽ 2 പേരോട് മാത്രമേ തനിക്ക് കടപ്പാടുള്ളൂ എന്ന് പലപ്പോഴും സലീം കുമാർ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് എൻ്റെ അമ്മയോടാണ്, മറ്റൊന്ന് ചിരിയോടാണ്. ഒരു ഹാസ്യ നടൻ എന്ന ലേബലിലൂടെ സിനിമയിൽ എനിക്ക് മാർക്കറ്റുണ്ടായി. പിന്നീട് തൻ്റെ അഭിനയ പ്രതിഭയിലൂടെ ദേശീയ പുരസ്കാരം വരെ അദ്ദേഹം നേടിയെടുത്തു എന്നുള്ളത് ചരിത്രം. ഉയർന്ന പ്രതിഫലം അദ്ദേഹത്തിന് കിട്ടിത്തുടങ്ങി. അതായത് ചിരി സമ്മാനിച്ച വീടാണിത്. ആ ചിരി സമ്മാനിച്ച ചിരി കൊണ്ട് പണിത വീടാണിത്. അതുകൊണ്ടാണ് ഈ വീടിന് താൻ ലാഫിംഗ് വില്ല എന്ന് പേരിട്ടത്. ഇവിടെ ഈ ഉമ്മറപ്പടിയിൽ ചിരിച്ചിരിക്കുമ്പോൾ, ചിരിച്ചുകൊണ്ട് പുറമോട്ട് നോക്കിയിരിക്കുമ്പോൾ, വീടിന് മുന്നിലൂടെ പോകുന്ന ആളുകളെ കൈവീശി കാണിക്കുമ്പോൾ, അവരോട് കുശലം പറയുമ്പോൾ കിട്ടുന്ന അത്ര സന്തോഷം തനിക്ക് ഒരിക്കലും മറ്റൊരിടത്തും കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന ആ മനുഷ്യൻ ഇന്ന് ആദ്യമായി ചിരിയില്ലാതെ ആ വീടിൻ്റെ നടുമുറ്റത്ത് കിടക്കുകയാണ്. അദ്ദേഹം നമ്മളെ വിട്ട് പോയിരിക്കുന്നു. അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൂടിയും ഇനി സലീം കുമാർ ഇല്ല നമുക്ക് ചുറ്റും. അദ്ദേഹം അവശേഷിപ്പിച്ച 1000 കഥാപാത്രങ്ങൾ, ഒരുപാട് ചിരികൾ എന്നും നമ്മുടെ ഹൃദയത്തിലുണ്ടാവും. ഒരിക്കലും പകരം വയ്ക്കാനാവാത്ത അതുല്യ പ്രതിഭയുടെ വിടവാങ്ങലിൻ്റെ സമയമാണിത്. അല്പസമയത്തിനകം സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും.